ബോബി ചെമ്മണ്ണൂർ, ഹണി റോസ്. ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങൾ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എവിടെ എടുത്താലും ഈ രണ്ട് പേരുകളായിരിക്കും സുപരിചിതമായിട്ട് ഇപ്പോൾ എല്ലാവരുടെ ഇടയിലുള്ളത്. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്ന് വെച്ചാൽ അവരെ പറ്റി പറയാൻ വേണ്ടിയല്ല, അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളതാണ്. അതായത് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ഹണി റോസ് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റിൽ കൃത്യമായിട്ട് കുറേ കാര്യങ്ങളെന്ന് പറയുമ്പം അവരെ പറ്റി പറയുക, അവരുടെ മൂവി പ്രൊമോഷന് വേണ്ടിയാണെന്നും അവരത് പറയുന്നത് ഇപ്പോൾ അവർക്ക് ലൈം ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണെന്നും പറയുന്ന ഒരു വിഭാഗക്കാർ. അല്ലെ ബോച്ചെ ഫാൻസ് വന്നിട്ട് ബോച്ചെ അങ്ങനെ പറഞ്ഞു, ബോച്ചെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ശരി. അപ്പോൾ ഇതിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന രീതിയിലാണ് നമുക്ക് ബോച്ചയുടെ തന്നെ എടുത്തു പോകാം. ബോച്ചെ ഓരോ കാര്യങ്ങൾ ഒരു ഇൻ്റർവ്യൂവിനായിരുന്നാലും പോയി പറയുന്നത് അയാൾക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ബേസിക്കാണ്. നമ്മൾ ചിന്തിക്കുക, അയാളുടെ പബ്ലിസിറ്റിയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അയാളുടെ പബ്ലിസിറ്റി എങ്ങനെ മാർക്കറ്റ് ചെയ്യുക, അയാളുടെ ഇപ്പോൾ ജ്വല്ലറി ആയിരുന്നോ എന്ത് ബിസിനസ് ചെയ്യുന്നത്, അപ്പോൾ ഞാനായിരുന്നാലും ബിസിനസ് ചെയ്യുമ്പം ആ ബിസിനസ് 10 പേരെ അറിയിക്കുക എന്നുള്ളൊരു മാർക്കറ്റ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഏത് രീതിയിലാണ്, യൂട്യൂബാണ്, ഏത് വഴിയാണെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാളെ മാർക്കറ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയ ഷൂട്ട് ചെയ്താലും അവരെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തി അവർക്കും മാർക്കറ്റിംഗ് ആണ്. അവരുടെ സംഭവം മാർക്കറ്റ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, അത് തന്നെ അവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അതിൽ ഡബിങ് മീനിങ് പറയണം. കാരണം നമ്മളിപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയിരുന്ന കമന്റ് സെക്ഷൻ ആയിരുന്നു, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്ന ഡബിൾ മീനിങ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുക, അതിൽ കൂടുതൽ ഏറ്റവും ലൈക്കും ഷെയറും പോണത്. ചിലപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് 10 ചീത്ത പറയുക, എൻ്റെ സംസാരത്തിലൂടെ ഏതെങ്കിലും രീതിയിലുള്ളത് അങ്ങനെ ഇതിലുള്ള 10 തെറിയാണ് ഞാൻ പറയണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടും. ഇത് തന്നെയാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുള്ളത്. ഇപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഒരു വാക്കാർ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവൻ്റെ ചിലപ്പോൾ വാക്കുകൾ നല്ല രസമായിരിക്കും, അല്ലെ അവൻ പറയുന്ന വാക്കുകൾക്ക് നല്ല രസമുള്ള വാക്കുകളും ഉപയോഗിച്ച് അവൻ സംസാരിക്കാം. അവൻ 10 വിളിക്കുന്ന തെറി എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ലാംഗ്വേജ് ഉള്ള തെറി വിളിക്കുന്ന നല്ല രസമായിരിക്കും എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. കാരണം അങ്ങനെ എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്ത് പറ്റും, അയാൾ ഡബിൾ മീനിങ് ഉപയോഗിക്കാം. ഇങ്ങനെ ഡബിൾ മീനിങ് പലതും ഉപയോഗിച്ചിട്ടുണ്ട്. പലർക്ക് ഇവർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർ ഇന്ന് വിളിച്ച് പറയാനുള്ള കാരണം ചിലപ്പോൾ അവർക്ക് അത്ര ഹേർട്ടായിക്കൊണ്ടായിരിക്കും, അല്ലാതെ ഒരിക്കലും അവർ വിളിച്ച് പറയില്ലല്ലോ. കാരണം ബോച്ചെ പലയിടത്തും സംസാരിക്കണോ, പലയിടത്തും പലരും പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ പുള്ളിയുടെ മാർക്കറ്റിംഗ് ആണ്. പുള്ളിക്ക് കാരണം പണ്ട് ഇങ്ങനെ ബോച്ചെ ജ്വല്ലേഴ്സി ഉണ്ടെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ഞാൻ ഉൾപ്പെടെ എനിക്കറിയത്തില്ല. അവിടെ ഉണ്ടായിരുന്നറിയാം, ഇന്ന ആളുണ്ടെന്ന് അറിയുന്ന പിന്നെ ലൈം ലൈറ്റിൽ ഇറങ്ങി വന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലും ഈ പറഞ്ഞ പുള്ളി മാരത്തോൺ നടത്തിയപ്പോഴും അങ്ങനെ പിന്നെ പുള്ളി ലൈം ലൈറ്റിലോട്ട് ഇറങ്ങി വന്ന് പിന്നെ പുള്ളിയുടെ ഓരോ കാര്യങ്ങൾ, അതായത് ഇൻ്റർവ്യൂവിന് പോണ കാര്യങ്ങളായിരുന്നാലും അവിടെ പറയുന്ന വ്യക്തിത്വം പറയുന്ന കാര്യങ്ങളായിരുന്നാലും ആ ഡബിൾ മീനിങ് ഉപയോഗിക്കുന്ന കാര്യങ്ങളായി ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ടും റീലിലോട്ടും മാസ് BGM ഇട്ട് കയറ്റി കഴിയുമ്പോൾ ഈ സാധനം പോയി കഴിയുമ്പോഴത്തേക്ക് സംഭവം കൊള്ളാം. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ആൾക്കാരെല്ലാം ചെയ്യണേ. അതായത് ഇതാണ് ബേസിക്. ഹണി റോസിന്റെ ഇഷ്യൂ എടുത്താലും പുള്ളിക്കാരി ഉദ്ദേശം മാർക്കറ്റിംഗ് ആണ്. ഈ മൂവി പ്രൊമോഷൻസ് ആയിരുന്നാലും ഈ പറഞ്ഞ ഇന്റർവ്യൂസിനായിരുന്നാലും 10 പേര് എന്നെ അറിയണമെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ളത് അവർക്കറിയാം. പിന്നെ അത് പറയുകയാണെങ്കിൽ ശരീരം ഇങ്ങനെ കാണിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് മോഡിഫൈ ചെയ്ത് കാണിക്കണം, ഇങ്ങനെ ഡ്രസ്സ് ഇട്ടാലും നോക്കൂ എന്നുള്ളത് പെർസ്പെക്റ്റീവാണ്. അതായത് ഇപ്പോൾ നാളെ എൻ്റെ മുമ്പിൽ ഒരു പെൺകൊച്ചു നിന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ പെൺകൊച്ചു പറയണതിൻ്റെ പോസിറ്റിവിറ്റി മാത്രമേ ഞാൻ അതിൽ കാണുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ അവളിടുന്ന ഡ്രസ്സ് എന്താണെന്നോ അവളുടെ ഡ്രസ്സ് ഇങ്ങനെയാണ് ഇത് കൊള്ളാം എന്നുള്ളത് നോക്കാതിരിക്കാം. പക്ഷെ ഒരു മര്യാദയോടെ നോക്കണം. ഈ കണ്ണുകൾ നമുക്ക് തന്നെ നോക്കാൻ തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് എടുത്തിട്ട് അവളെ പോയി പിന്നെ കമന്റ് സെക്ഷനിൽ പോയിരുന്ന 10 ചീത്ത വിളിക്കുക, തെറി വിളിച്ചിട്ട് പിന്നെ അവളെ കുറിച്ച് സൈബർ ബുള്ളിങ് ചെയ്യുക, അത് നല്ല കാര്യം. ഓരോ ഡ്രസ്സ് ഇടാൻ അവർ അറ്റയർ ഇടാനുള്ള അധികാരം എല്ലായിടത്തും ഉണ്ട്. അതേപോലെ വേറൊരു സാധനവും കൂടെ ഉണ്ട്. നമുക്കൊരു ആർട്ടിക്കിൾ 19 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന സാധനമുണ്ട്. അതിൽ സബ് ക്ലോസ് 1 പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നാണ്. എനിക്ക് എന്തും പറയാനുള്ള അധികാരം ഇല്ല. എനിക്ക് പറയാനുള്ള അധികാരം ഇവിടെ ലിമിറ്റ് ചെയ്ത റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസ് ഉള്ളിൽ എനിക്ക് എന്തും പറയാം. സർക്കാരെ വിമർശിക്കണേ റെസ്ട്രിക്ഷൻ വെച്ച് വിമർശിക്കാം. ഒരാളെ പറ്റി പറയണേ എനിക്കത് പറയാം എന്ന് പറഞ്ഞാൽ അവരെ എന്തും പറയാം എന്നുള്ള അധികാരം നമുക്ക് എടുത്തില്ല. അതേപോലെ ആൾ തുണി ഇടുന്നതായാലും ഡ്രസ്സ് ഇടുന്നതായിരുന്നാലും അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ എന്ത് തുണി ഇടണമെന്നുള്ള എൻ്റെ ഇഷ്ടമായിരിക്കും. എനിക്ക് ആ രീതിയിലെ മോഡൽ തുണികൾ ഇറങ്ങി എനിക്ക് ഇടാം. അത് വേണമെങ്കിൽ ഇപ്പം എനിക്ക് രീതിയായിട്ട് ഇഷ്ടമാണെങ്കിൽ എനിക്കിടാൻ പറ്റും. അത് നോക്കണോ വേണ്ടേ, അതെങ്ങനെ സംസ്കാരത്തോടെ എങ്ങനെ പെരുമാറണമെന്നൊക്കെ നമ്മൾ പഠിച്ചു വന്ന രീതിയും അതുപോലെയാണ് ഇരിക്കുന്നത്. അല്ലാതെ ഇപ്പം കാരണം കമന്റ് സെക്ഷനിൽ ഇപ്പം ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ ഇതിൻ്റെ കമന്റ് സെക്ഷനിൽ 10 ഒപ്പീനിയൻസ് വരാം. ഇപ്പം ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഇവ എന്ത് പറയണം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് പെർസ്പെക്റ്റീവ് വ്യത്യാസമാണ്. കാരണം ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ ചിന്തിക്കണം. സോഷ്യൽ മീഡിയയിലായിരുന്നാലും ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇതിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നും ഇതിൽ ആൾക്കാർ അങ്ങനെയാണെന്നും ചിലപ്പം ഒരു അക്കൗണ്ട് കാണുമായിരിക്കും. അക്കൗണ്ടിൽ ഒരു ഫോളോവർ കാണും, അവൻ്റെ ഫോട്ടോ കാണില്ല, അവൻ്റെ ബയോ ഇല്ല, ഒന്നും കാണില്ല. പക്ഷെ അവന് ചീത്ത വിളിക്കാൻ മാത്രമേ അറിയൂ. അവനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും കേൾക്കാനോ പറ്റുള്ളൂ. അല്ല അവൻ്റെ പുറകെ പോയിരുന്നതുകൊണ്ട് തന്നെ റീച്ച് കയറ്റാം. അവൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ ഇൻഫ്ലുവൻസർ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു വെച്ചാൽ അതിനെ റീച്ച് കയറ്റാം എനിക്ക്. ഇതാണ് ബേസിക് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി വരുന്നത്.
ഇത് മനസ്സിലാക്കി വെച്ചിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ ആ 2-3 റീലിട്ട് ചിലപ്പോൾ കട്ട് ചെയ്ത് എന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വീഡിയോസ് ഒക്കെ ചെയ്തിടുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും സത്യം പറഞ്ഞാൽ മീഡിയ ന്യൂസ് ആയിരുന്നാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ ലൈം ലൈറ്റ് ഇത്ര ആൾക്കാർ ഇത്ര സമയത്ത് കിട്ടുന്നു, അതിനെ വെച്ച് നല്ലപോലെ കാശുണ്ടാക്കുന്നു, അത് കഴിയുമ്പോൾ അടുത്ത ന്യൂസ് കിട്ടും അവരതിൻ്റെ പുറകെ പോയി. ഇത് എനിക്ക് നിങ്ങൾക്കും ഒക്കെ അറിയുന്ന കാര്യമാണ്. അപ്പം നമുക്കിതിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ ഇഷ്യൂ അങ്ങ് പോവും, അടുത്ത ഇഷ്യൂ വരും. അപ്പോൾ ഇതങ്ങ് എന്ത് ചെയ്യും, തേച്ച് മാഞ്ഞങ്ങ് പോവും. പുള്ളി പിന്നെയും വെളി വരും. ആ പുള്ളിയുടെ ബിസിനസ് എന്താണോ അത് പുള്ളി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം കൂടുതൽ മൈലേജ് കിട്ടും, കാരണം എല്ലാവരും നല്ല സോഷ്യൽ മീഡിയയിൽ 2-3 ദിവസം കൊണ്ട് നല്ലപോലെ ആറാടണമുണ്ട്. എന്തായാലും വെളിയിറങ്ങുമ്പോൾ നല്ല മൈലേജും ആയി, പുള്ളിക്കാരുടെ കാര്യങ്ങൾ നടക്കുക. മാർക്കറ്റിംഗ് ആണതല്ല. ഇതിൻ്റെ ഇടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വെട്ടി കീറിക്കൊണ്ടിരിക്കണവന്മാർ അവിടെ കീറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ബോച്ചെ ഫാൻസ് ആർമി അവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഹണി റോസിൻ്റെ കുറച്ച് സ്ത്രീപക്ഷ ആൾക്കാർ അവിടെ നിന്ന് വരുന്നു. ഈ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ലിബറലായിട്ടൊരു സംഭവമാണ്. അതായത് ഇക്വാളിറ്റി 2 രീതിയിലും വേണം. അതായത് ഇപ്പം ഞാൻ ചെന്ന് ഇപ്പം 2 പേര് പറയുന്നത് ഞാൻ ചെന്നൊരു കേസ് കൊടുത്തെന്ന് വെച്ചോ, അതും എന്ത് ചെയ്യണം, ആ ഒരു പോലീസായിരുന്നാൽ ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ സഹായിക്കണം, ഈ പെണ്ണ് കൊടുത്താലും രജിസ്റ്റർ ചെയ്യാൻ സഹായിക്കണം. 2 രീതിയിലും ഒരുപോലെ കാണണം എന്നുള്ളതാണ്. അല്ല ഹണി റോസ് ഒരു കേസ് കൊടുത്ത ഉടനെ കേസ് എടുത്തു എന്നുള്ളതല്ല. അവരെ സൈബർ ബുള്ളിങ് ചെയ്ത് അപ്പോൾ എടുത്തു. അത് ചിലപ്പോൾ അവർ ചിലപ്പോൾ സെലിബ്രേറ്റ് ആയതുകൊണ്ടാവാം, അത് എനിക്കറിയാം. സെലിബ്രേറ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അപ്പം തന്നെ കേസ് എടുത്ത് അങ്ങനെ പോയത്. ചില സാധാരണക്കാരനാണെങ്കിൽ പറ്റുന്നില്ല എന്ന് പല കമൻസും പലരും പറയാറുണ്ട്. സാധാരണക്കാരന് പറ്റില്ല, ചിലപ്പോൾ പവറും കാര്യങ്ങളൊക്കെ വേണമായിരിക്കും. സാധാരണക്കാരൻ ജീവിക്കാൻ ഭയങ്കര പാടാണ് നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ ജീവിക്കാൻ അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളും അറിവും സംസ്കാരവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നിയമങ്ങൾ അറിയണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഏത് സാധാരണക്കാരനും അറിയണം. അത് നമ്മുടെ തെറ്റാണ്. ഒരു നിയമവും കാര്യങ്ങളും ഒന്നും അറിയാതെ എന്തും വിളിച്ച് പറയാം, എന്തും ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു മൈൻഡിൽ നടക്കാതെ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാം, എനിക്ക് ചിലപ്പോൾ നിയമങ്ങൾ അറിയാൻ പറ്റും, എനിക്ക് നടന്ന കാര്യങ്ങൾ അറിയാം, ഇതിനെ തലയിൽ വെച്ചിട്ട് ഇറങ്ങി സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ പറ്റും. അത് നമ്മൾ പ്രതിഷേധിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇറങ്ങി ചെയ്യണം, അത് നല്ല രീതിയിൽ കൃത്യമായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥയെ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് എടുത്ത് ചെയ്യാൻ ശ്രമിക്കണം. അല്ല അതിൻ്റെ അപ്പുറത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ഉദ്ദേശിക്കും പോലെ കാര്യങ്ങൾ റിസൾട്ട് വരണമെന്നില്ല. അതുകൊണ്ട് ഈ 2 ഇഷ്യൂവിലും ബേസിക്കലി എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ചിന്തിച്ച് ലോജിക്കലി ഇറങ്ങി ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 മാർക്കറ്റിംഗ് ആണെന്ന് എനിക്കും അറിയാം, എന്നെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കും അറിയാം. ചിലപ്പോൾ പല രീതിയിൽ ഒപ്പീനിയൻസ് വരാം, ഒപ്പീനിയൻ വന്നാലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴോ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കൃത്യമുള്ള ബോധം എനിക്കുണ്ട്. അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് സെക്ഷൻ ചെയ്യുന്ന ഓരോരുത്തരും ബോധം കാണുമായിരിക്കും, ഇല്ലാത്തവരും കാണും. അതെന്നെ മാറ്റർ ചെയ്യണ കാര്യമില്ല. സോഷ്യൽ മീഡിയ ഇറങ്ങിയാലും സോഷ്യൽ മീഡിയ ചെയ്യാൻ ഇറങ്ങിയ ഒരു വ്യക്തിക്ക് അവനെ അറിയാവുന്ന കാര്യമാണ് ഈ കാര്യങ്ങൾ വരും. അല്ല ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ചിലപ്പോൾ എനിക്ക് അറിയാത്തൊരു 10,000 പേര് അടി വന്നിട്ട് പലതും പറയാം, പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അത് കേൾക്കാനുള്ള ബാധ്യസ്ഥനുണ്ട് എനിക്ക് തിരിച്ച് പറയുകയും ചെയ്യാം. കൃത്യമായിട്ട് സംസ്കാരത്തോട് തിരിച്ച് സംസാരിക്കാനും എനിക്ക് പറ്റുമായിരിക്കും. എങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ ജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് അങ്ങ് പറയുക. അല്ലാതെ ഇപ്പോൾ ഹണി റോസിനെ എങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ബോച്ചെ ഇങ്ങനെ പറഞ്ഞു, അപ്പം മീഡിയ ന്യൂസിൽ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇന്ന അറ്റാർ ഇട്ടൂടാ, അവളുടെ തുണിയുടെ എണ്ണം കുറയുന്നു, അത് ഇട്ടൂടാ. അവർ മാർക്കറ്റാണ് ചെയ്യണത്. ആ മാർക്കറ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഇടുന്നുണ്ട് അവർ സൈബർ ബുള്ളിങ് ചെയ്യേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കുക. കാരണം വെളി രാജ്യത്തൊക്കെ ആൾക്കാർ ചെയ്യണില്ലേ, ചിലപ്പോൾ അവിടുത്തെ ട്രഡീഷൻ ആയിരിക്കും, ചിലപ്പോൾ ഇന്ത്യൻ കൾച്ചർ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പം ചില സ്ഥലങ്ങളിലുണ്ട്, ചില ആൾക്ക് മനസ്സിലാവും, ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. എനിക്കൊരു അടുത്ത് പോയി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല. കാരണം ഇത്രയും കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് എല്ലായിടത്തും പോയിരുന്നെങ്കിൽ ഇന്ന് ചെയ്യുന്നീ ഇത് ചെയ്യുന്നീ അത് ചെയ്യുന്ന പറയാൻ എനിക്ക് പറ്റൂല. പലരും പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കാണും, പലരും പല രീതിയിൽ വന്നവരായിരിക്കും, പലരും പല കഷ്ടപ്പെട്ട് ജീവിച്ച് അങ്ങനെ വന്ന ആൾക്കാരാണ്. ആരെയും നമുക്ക് ശരിയാക്കാൻ പറ്റൂല പോയി. പകരം നമുക്ക് ശരിയാവാൻ പറ്റും. നമുക്ക് ഒരാൾ ശരിയായിട്ടിരുന്നിട്ട് അങ്ങനെ ചിലപ്പോൾ നമുക്ക് സമൂഹത്തിൽ 10 പേര് നമ്മുടെ കൂട്ടുന്ന 10 പേരെ നമുക്ക് ശരിയാക്കി എടുക്കാം. അല്ല ഇറങ്ങി എല്ലാവരും ശരിയാക്കി എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ.